രാഷ്ട്രീയത്തിൻ്റെ മേമ്പൊടികൾ വെച്ച് കേൾക്കുന്ന പ്രേക്ഷകരെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ഭാഷാശൈലിയൊന്നും ഉപയോഗിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് തന്നെ പറയാം. വടകരയിൽ എന്താണ് സംഭവിച്ചത്? വടകരയിൽ ഇവർ പ്രതിദാനം ചെയ്ത സ്ഥാനാർത്ഥി, ഇവരെ CPM മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി, കോൺഗ്രസ് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി, കോൺഗ്രസ് ആദ്യം മുന്നോട്ട് വെക്കുമെന്ന് വിചാരിച്ച സ്ഥാനാർത്ഥി, ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നുമല്ല, പത്മജ ഞങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന സമയത്ത് മുരളീധരനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവർ കൊണ്ട് തൃശ്ശൂർ കൂടുന്നിരുത്തി. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ ആ ഇടയിൽ ഇവർ ഷാഫിയെ കൊണ്ടുവന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ ഉള്ളിലും വലതുപക്ഷത്തിൻ്റെ ഉള്ളിലും കൃത്യമായ പൊളിറ്റിക്സ് നടന്നു. ഇത് ഷാഫിക്കും നന്നായിട്ടും അറിയാം, ഇടതുപക്ഷത്തിന് നന്നായിട്ട് അറിയാം. എന്തായിരുന്നു ആ പൊളിറ്റിക്സ്? ഷാഫി മുസ്ലിം സമൂഹത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ് എന്ന് ആദ്യം പ്രചരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. രണ്ടാമത് എന്തുണ്ടായത്? മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല എന്ന് പറയാൻ ശ്രമിച്ചു. അവിടെയും ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ നോക്കി. അതിനു മുൻപ് ഈ സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവിടെ CAയെ കൊണ്ടുവന്ന് രണ്ട് വിഭാഗങ്ങളും ജാതീയമായും മതപരമായും വർഗപരമായും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാൻ ശ്രമിച്ചു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന സമയത്ത് നമ്മൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ സൂത്ര ഏർപ്പാടുകൾ മുഴുവൻ ഇടതുപക്ഷവും വലതുപക്ഷവും കാണിക്കുന്നുണ്ട്. എന്നിട്ട് വാക്കുകളുടെ മേമ്പൊടി വെച്ച് അത് മറ്റ് രാഷ്ട്രീയ സംഘടനയുടെ തലയിലേക്ക് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നത്. അല്ലാതെ ഇവിടെ പഴയകാല ചരിത്രം പൊട്ടും ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ജാതിയില്ലാതെ മതമില്ലാതെ വർഗമില്ലാതെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടില്ല. കോൺഗ്രസും ഒട്ടും പുറകിലല്ല. അവിടെയൊക്കെ ഇവർ രണ്ടുപേരും ഒറ്റ കൈയായി നിന്നുകൊണ്ട് മതേതരത്വം എന്ന വാക്കിനെ ഇവരങ്ങ് ഉപയോഗിച്ചു. ആ ഉപയോഗിച്ചതിന് മുമ്പിലൊരു പദം പറയണം. ഞാനത് ഈ ഭാഷ ക്യാമറയുടെ മുമ്പിലായതുകൊണ്ട് പറയുന്നില്ല. അവിടെ നടത്തിയ എന്താണ്? മുസ്ലിമിൻ്റെ വോട്ട് മുസ്ലിമിനെ, ഹിന്ദുവിൻ്റെ വോട്ട് ഹിന്ദുവിനെ, ഇത്യാദി കാര്യങ്ങൾ എങ്ങനെയൊക്കെ കൺസോളിഡേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ച് എത്തിക്കാൻ സാധിക്കുമോ ആ പ്രവൃത്തി പരിപൂർണമായിട്ട് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ഇടതുപക്ഷവും പയറ്റി വലതുപക്ഷവും പയറ്റി. അത് നാദാപുരം കുറ്റിയാടി മേഖലയിലുള്ള ഓരോരുത്തരെ ഈ രാഷ്ട്രീയക്കാരെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് മാതൃഭൂമി ചാനൽ ഒരു ദിവസം കൃത്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ മാധു അടക്കമുള്ള ആളുകൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകും. ഇതൊന്നും പുറത്ത് പറയാതെ നമ്മൾ അന്വേഷണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ ഫേസ്ബുക്കിൻ്റെ പ്രതി ചേർത്തേ? ആ പ്രതി ചേർത്താൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ കേസുകൾ എടുക്കുക, ഫേസ്ബുക്കിലെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ് എടുക്കുക. ഫേസ്ബുക്കിനോട് ഈ കേരളത്തിലെ പോലീസ് ഒരു കടലാസ് എഴുതി അങ്ങോട്ട് വിട്ടാലേ ഫേസ്ബുക്ക് എന്താ പറയാന്നറിയോ? പ്രൊഫൈൽ ഫോട്ടോ ഉണ്ട്, അതിനകത്ത് ഡീറ്റെയിൽ ഉണ്ട്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ അനുവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് മാറ്റാത്തതിനെ പ്രതി ചേർക്കുന്നത് അടക്കമുള്ളത് ഒരു സൂത്രപ്പണിയാണ്. ഇവരുടെ പോലീസല്ലേ ഈ വക അക്രമങ്ങൾ ഇന്നലെയും തുടങ്ങിയതല്ലോ. സൈബർ ആക്രമങ്ങൾ നേരിട്ടതിൽ ഏറ്റവും കൂടുതൽ നേരിട്ട രാഷ്ട്രീയ സംഘടനയാണ് ഞങ്ങൾ. എന്നിട്ട് പോലും ഞങ്ങൾ അന്നും കൈയടിച്ചിട്ടില്ല. ഇന്ന് ഇവർ അതിനെ തിരിച്ചു കൊത്തുമ്പോഴും കൈയടിച്ചിട്ടില്ല. അന്ന് സൈബർ സംവിധാനത്തിനോട് ഇവരുടെ ഈ നിലപാട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുകൊല്ലിച്ചതും നീയേ ചാപ്പ. അത് പണ്ട് കാരണവന്മാർ പറയാവുന്ന പോലെ ഇന്നലെ മറ്റേ MV ജയരാജൻ സൈബർ ആക്രമണങ്ങൾക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾ കേട്ടാൽ, വാക്കുകൾ കേട്ടാൽ നമുക്ക് കേരളക്കര ചിരി വരും. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർ നടത്തുന്ന തട്ടിപ്പ് ഇനിയെങ്കിലും നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ മനസ്സിലാക്കണം. ഈ ജാതീയ വ്യവസ്ഥ, ഈ മതപരമായ വേർതിരിവ് ഇടതുപക്ഷവും വലതുപക്ഷവും അതിൻ്റെ എങ്ങനെ ഊറ്റി കുടിക്കുന്ന ഒരു പ്രവണതയാണ്. ആ പ്രവണത നിർത്തിയാലേ കേരളത്തിലെ